നെക്സ്റ്റ് ഈസ് ന്യൂക്ലിയർ ഫിഷൻ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ഇതിൻ്റെ ഡെഫിനിഷൻ: heavy nucleus, when the heavy nucleus is bombarded with a fast moving neutron, breaks into two intermediate mass nuclear fragments. അതായത് ഹെവി ന്യൂക്ലിയസിന് നമ്മൾ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺ വെച്ചിട്ട് കൊളീഷൻ നടത്തി കഴിഞ്ഞാൽ, ബോംബാർഡഡ് വിത്ത് ദ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെവി ന്യൂക്ലിയസ് ചെറിയ ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റായി പോവും, ഡിവൈഡ് ചെയ്ത് പോവും. അതാണ് ന്യൂക്ലിയർ ഫിഷൻ. സെപ്പറേറ്റ് ആയി പോവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്ക്, ഈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ നമ്മൾ സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഓർത്ത് വെച്ചേക്കണം. N01 ആണ് ഡിനോട്ട് ചെയ്യുക. ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റോമിക് നമ്പറിൻ്റെ കൂട്ടത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇവിടെ താഴെ 0 എഴുതുന്നത്. പ്രോട്ടോൺ വരുമ്പോഴല്ലേ നമ്മൾ ആറ്റോമിക് നമ്പറായിട്ട് കൗണ്ട് ചെയ്യുള്ളൂ. ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ആറ്റോമിക് മാസ് ഉണ്ട്, അത് 1 ആണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ന്യൂട്രോൺ ഈ സിമ്പിളാണ് ഡിനോട്ട് ചെയ്യുക, ഇത് അറിഞ്ഞിരിക്കണം. ഇവിടെ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺ ആണ്. ഇതിവിടെ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു യുറേനിയം ന്യൂക്ലിയസ് ആണ്. യുറേനിയം 92-235 ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത് നല്ല ഹൈ കൈനറ്റിക് എനർജിയിൽ വന്ന് ഈ ന്യൂട്രോണ് ഇതിനെ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി അൺസ്റ്റേബിൾ ആണല്ലോ, ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവും. ഇനീഷ്യലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇൻ ദ ഇനീഷ്യൽ ഫേസ് എന്താണ് ഇത്, ദിസ് വൺ പ്ലസ് യുറേനിയം 92-235 ആണല്ലോ. ഇത് ഇനീഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. യുറേനിയം താഴത്തെ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 0 + 92 തന്നെയാണ്. മുകളിലത്തെ നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 1 + 235 236 ഇനീഷ്യലി. പക്ഷെ ഇത് ടെമ്പററി ആണ് കേട്ടോ. ഇത് പിന്നെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ. യുറേനിയം 92-236 എന്ന് പറഞ്ഞാൽ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആയിട്ട് കിട്ടും. കണ്ടില്ലേ, യുറേനിയം 92-236. ഈ ന്യൂക്ലിയസ് ഇതിനകത്ത് ജസ്റ്റ് എൻ്റർ ചെയ്തു, ഇത് സ്പ്ലിറ്റായി പോവാണ്. 2 ന്യൂക്ലിയർ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റായി പോവും. അത് ബേരിയം 56-144 ഇതൊരു എക്സാമ്പിളാണ്. ബേരിയം 56-144 വേറൊന്ന് ക്രിപ്റ്റോൺ 36-89 പിന്നെ ഒരു 3 ന്യൂക്ലിയസും 3 ന്യൂട്രോൺസും സെപ്പറേറ്റ് ആയി പോകുന്നുണ്ട്. ഇത്രയും ആൾക്കാർ ഇവിടെ നിന്ന് വന്നതാണ്. ഇതിൽ നിന്ന് മനസ്സിലായല്ലോ, ബേരിയം കിട്ടി, ക്രിപ്റ്റോൺ കിട്ടി, പിന്നെ 3 ന്യൂട്രോൺസും കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ, ഡിവൈഡിങ് എ അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ഇൻറ്റു 2 or more ന്യൂക്ലിയർ ഫ്രാഗ്മെൻറ്റ്സ് ബൈ ബോംബാർഡിങ് വിത്ത് ഹൈ സ്പീഡ് ന്യൂട്രോൺ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ, ഈ പറഞ്ഞതിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ താഴെ എഴുതാം. ഒരു എക്സാമ്പിൾ എങ്കിലും ബൈ ഹാർട്ടാക്കി വെക്കേണ്ടി വരും. എക്സാമിന് ഫിഷന് ചോദിക്കുമ്പോൾ ഈ ഫിഗർ വരയ്ക്കണമെന്നില്ല, പക്ഷേ ഈ ഇക്വേഷൻ എങ്കിലും എഴുതി വെക്കണം. അപ്പോൾ ഒരു എക്സാമ്പിളെങ്കിലും കാണിക്കണം നമ്മൾ. അപ്പോൾ ഇവിടെ നോക്കണം, ഇക്വേഷൻ എഴുതണം, മനസ്സിലായല്ലോ. ന്യൂട്രോൺ 01, യുറേനിയം 92-235 ഇത് ആഡ് ചെയ്യുമ്പോൾ താഴെ 0 + 92 ഇവിടെ 92 ആയി. 1 + 235 236 ആയി. ഇത് ബേരിയം, ക്രിപ്റ്റോൺ ആൻഡ് 3 ന്യൂട്രോൺസ്. ഇത് ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ അല്ലേ. യുറേനിയം ഓൺ ബോംബാർഡ്മെൻറ്റ് വിത്ത് ന്യൂട്രോൺ കൺവേർട്ട് ടു ബേരിയം, ക്രിപ്റ്റോൺ ആൻഡ് 3 ന്യൂട്രോൺസ്. ഓക്കെ, ഈ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. ഇവിടെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ദ ഡിസിൻറ്റഗ്രേഷൻ എനർജി ഇൻ ഫിഷൻ ഇവൻറ്റ്സ് ഫസ്റ്റ് അപ്പിയേഴ്സ് ആസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്രാഗ്മെൻറ്റ്സ്. അതായത് ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോകുമ്പോൾ നല്ല ഹൈ കൈനറ്റിക് എനർജിയിലാണ് ഇത് രണ്ടും പോകുന്നത്. വളരെ ഹൈ കൈനറ്റിക് എനർജിയിലാണ് ബേരിയവും ക്രിപ്റ്റോണും മൂവ് ചെയ്യുന്നത്. ആ കൈനറ്റിക് എനർജി അൾട്ടിമേറ്റ്ലി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. അതുപോലെ ന്യൂട്രോൺസും നല്ല ഹൈ കൈനറ്റിക് എനർജിയിലാണ് മൂവ് ചെയ്യുന്നത്. സോ ദാറ്റ് എനർജി അൾട്ടിമേറ്റ്ലി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. അതാണ് ഇവിടെ പറയുന്നത്.
first appears as the kinetic energy of the fragments and neutrons. At the end, it is transferred to the surrounding matter, appears as heat. The source of energy in nuclear reactors which produce electricity in nuclear fission. നമുക്ക് ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് നമുക്കത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി.